വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. 3215 നിർമ്മിതികൾ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചു മാറ്റേണ്ടി വരും. വീടുകൾ, മതിലുകൾ, കിണറുകൾ തുടങ്ങിയവ പൊളിച്ചു മാറ്റേണ്ട നിർമ്മിതികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. 1300 കെട്ടിടങ്ങൾ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് ശരാശരി കണക്ക്. ഏപ്രിൽ ആദ്യ വാരത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനം. പദ്ധതി രേഖകൾ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റിയാണ് തയ്യാറാക്കിയത്. 77 കിലോമീറ്റർ നീളമുള്ള ഔട്ടർ റിംഗ് റോഡ് നാവായിക്കുളത്ത് ആരംഭിച്ച് വിഴിഞ്ഞത്ത് ദേശീയപാതയോടുകൂടി ചേരും. നാവായിക്കുളത്ത് നിന്ന് തുടങ്ങി കിളിമാനൂർ, തേക്കട, വെമ്പായം, നെടുമങ്ങാട്, അരുവിക്കര, ചൊവ്വല്ലൂർ, വിളപ്പിൽശാല, മാർനല്ലൂർ, ഊരൂട്ടമ്പലം, മടവൂർപ്പാറ, ചാവടിനട, വെങ്ങാനൂർ, കല്ലുവട്ടാൻകുഴി വഴി 77 കിലോമീറ്ററോളം തിരുവനന്തപുരം നഗരത്തെ ചുറ്റിയ ശേഷമാണ് വിഴിഞ്ഞത്ത് ദേശീയപാതയോടുകൂടി ചേരുന്നത്. 2 ഘട്ടമായി പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഔട്ടർ റിംഗ് റോഡിന് ദേശീയപാത 866 എന്നാണ് പേരിട്ടിരിക്കുന്നത്. നാവായിക്കുളം മുതൽ തേക്കട വരെ 1478.31 കോടി ചെലവിൽ നിർമ്മാണത്തിൻ്റെ 1-ാം ഘട്ടവും, തേക്കട മുതൽ വിഴിഞ്ഞം വരെ 1489 കോടി ചെലവിൽ നിർമ്മാണത്തിൻ്റെ 2-ാം ഘട്ടവും പൂർത്തിയാക്കാനാണ് തീരുമാനം. ഇതോടൊപ്പം വട്ടപ്പാറ വേങ്കോട് നിന്നും പോത്തങ്കോട് വഴി മംഗലപുരത്തേക്ക് ഒരു ബൈപ്പാസ് പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. വിഴിഞ്ഞം നാവായിക്കുളം വളർച്ചാ ഇടനാഴിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കും. ഔട്ടർ റിംഗ് റോഡിൻ്റെ ഇരുവശങ്ങളിലും 5 കിലോമീറ്റർ ചുറ്റളവിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ടൗൺഷിപ്പുകളും ഹബ്ബുകളും ഉയരും. വിഴിഞ്ഞത്ത് ലോജിസ്റ്റിക് ടൗൺഷിപ്പ്, കോവളത്ത് ഹെൽത്ത് ടൂറിസം ഹബ്ബും, കാട്ടാക്കടയിൽ സ്മാർട്ട് ഇൻഡസ്ട്രി ഹബ്ബ്, കിളിമാനൂരും കല്ലമ്പലത്തും അഗ്രോ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് ഹബ്ബും ഉൾപ്പെടെ 49 വില്ലേജുകളെ അടിമുടി മാറ്റുന്നതാണ് വിഴിഞ്ഞം നാവായിക്കുളം ഇടനാഴി. വ്യവസായ വകുപ്പിൻ്റെയും തദ്ദേശ വകുപ്പിൻ്റെയും പിന്തുണയോടെ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെൻറ്റ് 2വിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. വെള്ളയമ്പലത്തെ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെൻറ്റ് 2 ഓഫീസിൽ ഇതിൻ്റെ 3D മാതൃകയും തയ്യാറാക്കിയിട്ടുണ്ട്. ഔട്ടർ റിംഗ് റോഡിന് വശത്തായി NHലേക്ക് വരെ കടന്നെത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു വ്യവസായ കോറിഡോർ ആണ് സർക്കാരിൻ്റെ പദ്ധതിയിടുന്നത്. ഔട്ടർ റിംഗ് റോഡിൻ്റെ നിർമ്മാണത്തോടനുബന്ധമായി നിർമ്മിക്കുന്ന സർവീസ് റോഡിൻ്റെ പൂർണ്ണമായ നിർമ്മാണ ചെലവ് വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സർവീസ് റോഡിനുള്ള നിർമ്മാണ ചെലവായ 500 കോടിയോളം രൂപ 5 വർഷം കൊണ്ട് നൽകണമെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. 348.09 ഹെക്ടർ ഭൂമിയാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. പദ്ധതിയുടെ 65% ചെലവും വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ 50% കിഫ്ബി മുഖേന സംസ്ഥാനമാകും നൽകുക. ഇതിന് 1000 കോടിയോളം ആണ് ചെലവ്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായി വിഴിഞ്ഞം മാറിയിട്ടുണ്ട്. അതിനാൽ പദ്ധതിക്ക് ആവശ്യമായ നിർമ്മാണ സാമഗ്രികളുടെ സംസ്ഥാന GST ഒഴിവാക്കുന്നതിലൂടെ 10.87 കോടി രൂപയുടെ വരുമാനമാണ് സംസ്ഥാനം ഉപേക്ഷിക്കുന്നത്. അതിനിടയിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പദ്ധതി വൈകിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഔട്ടർ റിംഗ് റോഡിനുള്ള പ്രാഥമിക വിജ്ഞാപനം പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ സംസ്ഥാന വിഹിതം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിച്ചതോടെയാണ് അത് വൈകിയത്. അങ്ങനെ പദ്ധതി നീണ്ടതോടെയാണ് ആദ്യഘട്ട വിജ്ഞാപനം റദ്ദാക്കിയത്. പദ്ധതിയുടെ ഭാഗമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് ഓഗസ്റ്റിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ 314 ഹെക്ടർ ഏറ്റെടുക്കാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ പുതിയ വിജ്ഞാപനം കഴിഞ്ഞ മാസമാണ് പ്രസിദ്ധീകരിച്ചത്. വിജ്ഞാപന പ്രകാരം ഭൂമി വിട്ടു നൽകിയവരുടെ പണം മാർച്ചിൽ കൊടുക്കാനാകുമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി 5000 കോടി അനുവദിച്ചിട്ടുണ്ടെന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനം പദ്ധതിക്ക് പുതുജീവനേകും. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഭാഗമായി നഷ്ടപരിഹാര വിതരണത്തിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും.